New Hope TV, your encounter with God. Psalm 33, 10-12. യഹോവ ജനതകളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. മനുഷ്യന്റെ ആലോചന വ്യർത്ഥമാക്കുകയാണ്. ജനങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. ആ യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. ഇത് എനിക്ക് മാത്രമല്ല, ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവനെ സ്നേഹിക്കുന്നവന് അവൻ 1000 തലമുറ വരെ അനുഗ്രഹിക്കും. അത് വിശ്വസിക്കുന്ന പേരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സഹോദര, ഇതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് കേട്ടോ. വെറുതെ ഒന്ന് അങ്ങനെ അച്ചടിച്ച് ഒരു നിസ്സാരമായിട്ട് എടുക്കരുത്. നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മളുടെ 1000 തലമുറകളെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഒരു സാത്താനും ആ അനുഗ്രഹം കവർന്നെടുക്കാൻ പറ്റുകയില്ല. ബാക്കി വായിച്ചു. യഹോവ ദൈവമായിരിക്കുന്ന ജനതയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാകും. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്ത് ഞാനത് പ്രാപിക്കുകയാണെങ്കിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഐ വിത്ത് മീ? അതുകൊണ്ടാണ് ഞാൻ പറയണം, നമ്മൾക്ക് വചനം വിശ്വസിച്ച് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ വചനം മാറിപ്പോകരുത് വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഇത് പറയുമല്ലോ, ചിലർ പറയും ഇതൊക്കെ അന്ന് ആരും എഴുതിയാൽ നമുക്ക് പോലും അറിയില്ല. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു, മറ്റുണ്ടായിരുന്നു, മറിച്ചുണ്ടായിരുന്നു, ഇത് ആര് കൂട്ടിച്ചേർത്തതാന്ന് പോലും അറിയില്ല. അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കുന്നതല്ല. കാരണം അവിടെ പറയുന്നുണ്ട്, 10ാമത്തെ വചനം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ചിന്തകളൊക്കെ വൃത്തമാണ്, അതേസമയത്ത് ദൈവത്തിൻ്റെ ചിന്തകൾ ശാശ്വതമാണ്. ദൈവത്തിന് നമുക്കൊരു വചനം അറിയാമല്ലോ, എൻ്റെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളും എൻ്റെ വഴികളും നിങ്ങളുടെ വഴികളും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ആകാശവും ഭൂമിയും പോലെ അത്ര വ്യത്യാസമുണ്ട് ദൈവത്തിൻ്റെ ചിന്തകളും നമ്മളുടെ ചിന്തകളും. സഹോദരൻ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്കിത് ദൈവം ആ ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് ഒരു ഈസ് ഗിവിങ് യു എൻ ആക്സസ് ഓർ എ റെവലേഷൻ ഇൻ ടു ഹിസ് തോട്ട്സ്. ഐ വിത്ത് മീ? അതാ ദൈവം പറയുന്നത്, കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയ മനസ്സിൽ ഗ്രഹിച്ചിട്ടില്ല എന്നാണ് ദൈവം അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളാകട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് വഴി ദൈവം നമ്മൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതിനെക്കുറിച്ചുള്ള ജ്ഞാനം ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആ വെളിപ്പെടുത്തി തരുന്നത് ഈ വചനത്തിലൂടെയാണ്. ഈ വചനം യേശുവാണ്. ഐ വിത്ത് മീ? ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, വചനത്തിൽ വേണം നമ്മൾ വിശ്വസിക്കാൻ. വി മസ്റ്റ് ഹാവ് അൺഫെയിലിംഗ്, അൺചേഞ്ചബിൾ, അൺക്വസ്റ്റനബിൾ ഫെയ്ത്ത് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ വായിക്കണം, അതുകൊണ്ടാണ് സങ്കീർത്തനം 1:2 പറയുന്നത്, ബ്ലെസ്ഡ് ഇസ് എ മാൻ ഹു വാക്കത്ത് നോട്ട് ഇൻ ദ കൗൺസിൽ ഓഫ് ദി അൺഗോഡ്ലി. സോ വായിച്ചേ, Psalm 1 and 2. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. അപ്പോൾ അത് ചെയ്യാത്തവൻ, ദൈവത്തിൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നവൻ എന്താണ്? ഭാഗ്യവാൻ. അടുത്ത വചനം വെച്ചേ, 2. അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നു. അവൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ഹി ഡിലൈറ്റ്സ് ഇൻ ദ വേർഡ് ആൻഡ് ഹി മെഡിറ്റേറ്റ്സ് ഓൺ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. കാരണം എന്താണ്? ഡേ ആൻഡ് നൈറ്റ് അവൻ ശ്വസിക്കുന്നുണ്ട്, അല്ലേ? ജീവിക്കുവാൻ വേണ്ടി അവൻ്റെ ശരീരം ശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മാവിന് ജീവൻ വേണ്ടതിന് അവൻ ഈ വചനത്തെ രാപകല് ധ്യാനിച്ച് ജീവിക്കുന്നവനാണ്. അതുകൊണ്ടാണ് യോശുവ പ്രവാചന പുസ്തകം 1-ാമത്തെ അധ്യായത്തിലും വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഹി ഹു മെഡിറ്റേറ്റ്സ് ഇൻ ദ വേർഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ ധ്യാനിക്കണം നമ്മൾ, കാരണം ആ വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. യോശുവ പ്രവാചന പുസ്തകം 1-ാമത്തെ അധ്യായം എടുക്കുകയാണെങ്കിൽ 8-ാമത്തെ വചനം വായിച്ചേ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ വഴികൾ അഭിവൃദ്ധിപ്പെടും, നിനക്ക് ഉന്നത വിജയമുണ്ടാകും. ആമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഉന്നത വിജയം ഉണ്ടാകാൻ വേണ്ടിയാണ്. നമുക്ക് എപ്പോഴും വിജയം ഉണ്ടാകാൻ വേണ്ടിയാണ് ദൈവം. പക്ഷേ വിജയത്തിൻ്റെ ഉറവിടം എവിടെയാണ്? ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. അത് നമ്മൾ രാപകല് ധ്യാനിച്ച് നമ്മൾ അതിൽ നിന്ന് ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, അതുകൊണ്ടാണ് ദൈവം പിന്നെയും നമുക്ക് ഒരു ഉറപ്പ് തരികയാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 6-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം വായിക്കുക. Hebrews 6:18. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് വ്യാജം പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുവാൻ ഇടവരുന്നു. ആമേൻ. എന്ത് കാര്യം? 2 കാര്യം. ഇത് പല പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്,
ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ മാറാത്തത്, അൺചേഞ്ചിങ്. ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് അറ്റ് ഓൾ. രണ്ട് കാര്യമുണ്ട്. എന്താണ് ഈ രണ്ട് കാര്യം? ദൈവത്തെ സംബന്ധിച്ചുള്ളതാണ്. എന്താണ്? ഒന്ന്, ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. എന്താണ്? ആമേൻ. ദൈവത്തിൻ്റെ ആ സ്വഭാവം, ദൈവത്തിൻ്റെ ക്യാരക്ടർ ഇറ്റ് ഈസ് എന്നാ പറയുന്നത്, ദാറ്റ് ഓൾ തിങ്സ് ആർ പോസിബിൾ. യെസ്, ഇറ്റ് ഈസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. കാരണം ദൈവമായതുകൊണ്ട്. ഐ വിത്ത് മീ? ദൈവമായതുകൊണ്ട് ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ഗോഡ്. പിന്നെ ദൈവത്തിൻ്റെ എന്നാ പറയുന്നത് കവണൻറ്റ്, രണ്ടാമത്തത് അത് മാറാത്ത കവണൻ്റാണ്, അൺചേഞ്ചിങ്. അതെ, ആകാശവും ഭൂമി മാറിപ്പോകും എങ്കിലും എൻ്റെ വചനത്തിൽ ഒരു വള്ളിയോ പുള്ളിയോ മാറുകയില്ല. So these are the two unchanging things. One, the character of God, that all things are possible. എല്ലാം നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. രണ്ടെന്താണ്? ആ ദൈവത്തിന് എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ, ആകാശവും ഭൂമിയും മാറിപ്പോകും എങ്കിലും എൻ്റെ വചനം മാറിപ്പോവുകയില്ല. അതാണ്, ദീസ് ആർ ദ ടു തിങ്സ് ഓൺ വിച്ച് യു ആൻഡ് ഐ ഹാവ് ഹോപ്പ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് that by two immutable things in which it is impossible for God to lie, we might have strong consolation who have fled for refuge to lay hold of the hope set before us. അതെ, എൻ്റെ ഒരു അഭയമാണ് ദൈവം. എൻ്റെ പ്രശ്നങ്ങളിലും എൻ്റെ ബുദ്ധിമുട്ടുകളിലുമൊക്കെ എനിക്ക് അഭയമായിട്ട് ഒരു സ്ഥലമുണ്ട്. അത് എൻ്റെ യേശുവാണ്. ആ യേശുവിലേക്ക് വരുമ്പോൾ, യേശുവിൻ്റെ സ്വഭാവം നോക്കുമ്പോൾ യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. യേശുവിൻ്റെ എന്നാ കവണൻറ്റ് നോക്കുമ്പോൾ എന്താണ്? യേശുവിൻ്റെ ആ കവണൻറ്റിൽ ആകാശവും ഭൂമി മാറിപ്പോയാലും ആ ഉടമ്പടി മാറുകയില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ പ്രത്യാശ എൻ്റെ ദൈവത്തിലാണ്. കാരണം നമ്മൾ ആ വചനങ്ങൾ പിന്നെയും വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഒന്ന് വായിച്ച് അടുത്ത് 19 വായിച്ച് അവിടെ പറയുന്നുണ്ട്, അതിൽ നിന്ന് നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയമായും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്ത് കടക്കുന്നതുമാകുന്നു. ആമേൻ. അതൊരു നങ്കൂരമാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു കപ്പല് കടലിൽ എങ്ങനെ തിരമാലകളുടെ ഇടയിൽ അലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ പറയുന്നത്, എപ്പോഴാണ് നശിക്കാൻ പോകുക എന്നുള്ള അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ അവർ ആ നങ്കൂരം ഇറക്കുമ്പോൾ ആ കപ്പലിന് ശാന്തത ഉണ്ടാവുകയാണ്. ഐ വിത്ത് മീ? ഇറ്റ് ഈസ് എൻ ആങ്കർ ഓഫ് മൈ സോൾ. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം, നിങ്ങളുടെ ഹൃദയങ്ങൾ കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യാശ, ആ പ്രത്യാശ ദൈവത്തിൻ്റെ വചനം അടുത്ത വചനം അവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ആ പ്രത്യാശ എവിടെ പോയിരിക്കുകയാണ്? ഇറ്റ് ഹാസ് ഗോൺ ബിഹൈൻഡ് ദ വെയിൽ. അല്ലേ? ബിഹൈൻഡ് ദ വെയിൽ. എവിടെ ബിഹൈൻഡ് ദ വെയിൽ? എന്താ ഉള്ളത്? നമുക്കറിയാം, ആ പഴയ ഉടമ്പടി അനുസരിച്ചുള്ള ആരാധനയിൽ ദേവാലയത്തിൻ്റെ അതിവിശുദ്ധമായ സ്ഥലത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഐ വിത്ത് മീ? അവിടെ പ്രധാന പുരോഹിതൻ കൊല്ലത്തിലൊരിക്കൽ ജനങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് രക്തം കൊണ്ടുപോവുകയാണ്. ഐ വിത്ത് മീ? എന്താണ്? അതുവഴി അവർക്കൊരു പാപമോചനം കിട്ടി, അനുഗ്രഹിക്കപ്പെടാനായിട്ട്. ഐ വിത്ത് മീ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? മെൽക്കിസെദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള നമ്മളുടെ പ്രധാന പുരോഹിതൻ, ആ പുരോഹിതൻ്റെ രക്തം കൊണ്ട് ആ വെയിലിൻ്റെ പുറകെ പോയിരിക്കുകയാണ്. അപ്പോൾ ആ പുരോഹിതനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അവനാണ് എൻ്റെ പ്രത്യാശ, ആ യേശുവാണ് എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയാകുന്ന വ്യക്തിയാകുന്ന യേശു എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തിമോത്തിയുടെ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഇവിടെ പിന്നെയും പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ രക്ഷകൻ യേശുവാണെങ്കിൽ എൻ്റെ പ്രത്യാശയും യേശുവാണ്. രക്ഷകൻ ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ പ്രത്യാശ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എൻ്റെ രക്ഷകൻ എന്നെ കൈവിടുകയില്ല. ഐ വിത്ത് മീ? എൻ്റെ രക്ഷകൻ എന്നെ രക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രത്യാശയാകുന്ന യേശു എനിക്ക് പ്രത്യാശ തരും. അതുകൊണ്ടാണ് റോമാർക്കുള്ള ലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പറയുന്നത്, ആത്മധൈര്യത്തോടെ കൂടി നമുക്ക് പറയാൻ പറ്റുന്നത്, എൻ്റെ പ്രത്യാശയാകുന്ന യേശു എന്നെ നിരാശനാക്കുകയില്ല. റോമാർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, അവനിൽ വിശ്വസിച്ച് ആരെയും അവൻ ലജ്ജിപ്പിക്കുകയില്ല. നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതല്ലേ? ഇത് വായിക്കാൻ മാത്രമല്ല സഹോദര, ഇത് വിശ്വസിക്കാനുള്ളതാണ്. നമ്മളുടെ രക്ഷകനും നാഥനും കർത്താവുമായ യേശു നമ്മളെ ലജ്ജിപ്പിക്കുകയില്ല. അവനിൽ വിശ്വസിക്കുവാൻ കൊള്ളാവുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായി പിന്നെ നമ്മൾ സങ്കീർത്തനം 89 34-35 വചനങ്ങൾ വായിക്കണം. Psalm 89 34-35.
ഞാൻ എൻ്റെ നിയമം ലംഘിക്കുകയോ എൻ്റെ അധികാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ചെയ്യുകയില്ല. There is no question. There is no question. I will not break my covenant. Or I will not change. നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് വായിച്ച് കേൾക്കാം. സഹോദരൻ, ഇത് നമ്മളെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സേവിക്കുന്ന ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തിൽ നമ്മളൊന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസമാണ് വിശ്വാസിക്ക് ഒട്ടും ഇല്ലാത്തത്. ഹല്ലേലൂയ. 84:34 പറയുന്ന മൈ കവനന്റ് ഐ വിൽ നോട്ട് ബ്രേക്ക് നോർ ഓൾട്ടർ ദ വേർഡ് ദാറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് മൈ ലിപ്സ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനവും അത് അയച്ചിരിക്കുന്ന പ്രവൃത്തി നിർവഹിക്കും. ഐ വിത്ത് മീ? അത് നിർവഹിക്കും. ആ നിർവഹിക്കുന്നതിനിടെ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നീ അനുഗ്രഹിക്കപ്പെടും. അത് തിരിച്ചു വരുന്നത് എന്നാ വ്യാജമായിട്ടോ അല്ലെങ്കിൽ ശൂന്യമായിട്ട് തിരിച്ചു വരുന്ന പ്രശ്നമില്ല. കാരണം എന്താണ്? അതിൻ്റെ മധ്യേ പ്രവർത്തിക്കുന്നത് ഞാനാണ്. അത് ഞാൻ അടയാളങ്ങൾ വഴി സ്ഥിരീകരിക്കും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് മൈ കവനന്റ് ഐ വിൽ നോട്ട് ബ്രേക്ക് നോ ഓൾട്ടർ ദ വേർഡ് ദാറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് മൈ ലിപ്സ്. വൺസ് ഐ ഹാവ് സ്വോൺ ബൈ മൈ ഹോളിനെസ് ഐ വിൽ നോട്ട് ലൈ ടു ഡേവിഡ്. ഞാൻ ഒരിക്കൽ അത് ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറുന്ന പ്രശ്നമില്ല. ഐ വിത്ത് മീ? സഹോദര, നമ്മളുടെ ദൈവത്തിൻ്റെ വചനങ്ങൾ വിശ്വസിക്കാൻ കൊള്ളുന്നതാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. നമ്മളുടെ പ്രത്യാശ നമ്മളുടെ ദൈവമാണ്, യേശുവാണ്. ഹല്ലേലൂയ. പിന്നെ സങ്കീർത്തനം 23:19 വായിക്കാമോ? സങ്കീർത്തനം എന്ന് പറഞ്ഞു പോയതാ. സംഖ്യ 23:19. ഞാൻ വചനങ്ങൾ എടുക്കുന്നത് എന്താണ്? നമുക്ക് ആഴമായി മനസ്സിലാക്കണം. നമ്മുടെ ദൈവം നുണ പറയുകയില്ല. മനുഷ്യനല്ല ദൈവം. ദൈവമായതുകൊണ്ട് നുണ പറയുകയില്ല. വ്യാജ്യം പറയുവാൻ ദൈവം മനുഷ്യനല്ല. ആമേൻ. അനുതപിക്കുവാൻ അവൻ മനുഷ്യപുത്രനുമല്ല. ആമേൻ. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളിച്ചത് നിവർത്തിക്കാതിരിക്കുമോ? അവൻ അനുദപിക്കേണ്ട കാര്യമില്ല. കാരണം അവൻ പറഞ്ഞത് ചെയ്യും. പറഞ്ഞത് ചെയ്യാതിരിക്കുമ്പോഴല്ലേ അനുവദിക്കേണ്ട കാര്യമുള്ളൂ. ഐ വിത്ത് മീ? സോ ഹീ ഈസ് എ ഗോഡ് ഹു വിൽ കീപ് ഹിസ് കവനന്റ്. ഹി വിൽ നെവർ ലൈ. അപ്പോൾ സഹോദര, നമുക്ക് അവൻ്റെ അടിപ്പുറം നമുക്ക് സൗഖ്യമുണ്ടെന്ന് പറഞ്ഞാൽ സൗഖ്യമുണ്ട്. അതിന് വ്യത്യാസമില്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും. അതിൽ വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൻ്റെ ഫലം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ പറ്റും. അതുകൊണ്ടാണ് പിന്നെ മത്തായിയുടെ സുവിശേഷം, അത് നമ്മൾ പറഞ്ഞതാണ്, ഇവിടെ ഏറ്റു പറഞ്ഞതെങ്കിലും വചനത്തിൽ ഉള്ളതാണെന്ന് അറിയാനായിട്ട് മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 35-ാമത്തെ വചനം. മാത്യു 24:35. ആകാശവും ഭൂമിയും നീങ്ങിപ്പോകും, എൻ്റെ വചനങ്ങളോ നീങ്ങിപ്പോകുകയില്ല. നീങ്ങിപ്പോകാൻ പറ്റുകയില്ല. കാരണം വചനം നീങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ആകാശവും ഭൂമിയും നീങ്ങിപ്പോകണം. അയ്യോ, വചനം നീങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ആകാശവും ഭൂമിയും നീങ്ങിപ്പോകണം. അപ്പോൾ ആകാശവും ഭൂമിയും നീങ്ങിപ്പോകും, പക്ഷേ എൻ്റെ വചനം പോകില്ല. കാരണം ഹെബ്രായർക്കുള്ള 1-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്, ഈ ആകാശവും ഭൂമിയും അതിനകത്തുള്ള എന്നെയും നിങ്ങളെയും എല്ലാം താങ്ങുന്നത് അവൻ്റെ ശക്തിയുടെ വചനമാണ്. അയ്യോ, അവൻ്റെ ശക്തിയുടെ വചനമാണ് എല്ലാത്തിനെയും താങ്ങുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഡസ് നോട്ട് അറൈസ് ഓഫ് ഹിസ് വേർഡ് ഫെയിലിംഗ്. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും അവൻ്റെ യഥാർത്ഥ പ്രതിരൂപവും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ താങ്ങി നിർത്തുന്നവനുമാകുന്നു. നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിച്ച ശേഷം അവൻ ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ആമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവൻ്റെ വചന ശക്തിയുടെ വചനം, ദ വേർഡ് ഓഫ് ഹിസ് പവർ അപ്ഹോൾഡ്സ് ഓൾ തിങ്സ് ആൻഡ് ഇൻ ദാറ്റ് യു ആൻഡ് ഐ ആർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഒരിക്കലും കൈവിടുകയില്ല. ഹല്ലേലൂയ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ മനുഷ്യനുമായിട്ടുള്ള ഇടപാടിൽ എല്ലാ ഘട്ടത്തിലും ദൈവത്തിൻ്റെ വിശ്വസ്തത പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് എല്ലായിടത്തും ഉണ്ട്, പലയിടങ്ങളിലും ഉണ്ട്, എല്ലാം എടുക്കാൻ നമുക്ക് സമയമില്ല. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 43 മുതൽ 45. ജോഷുവ 21:43-45. സിസ്റ്റർ വായിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കണം, ദൈവം അന്ന് ചെയ്തതുപോലെ തന്നെ ഇന്നും ചെയ്യും. ഹെബ്രായർ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അന്നും ഇന്നും എന്നേക്കും ഒന്ന് തന്നെ, മാറ്റമില്ല. ജോഷുവ 21:43-45. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അപ്പോൾ വാഗ്ദത്തം ചെയ്തൊക്കെ കൊടുത്തു. പറയുന്നതൊക്കെ ചെയ്യുമോ? പറയുന്നതൊക്കെ ചെയ്യും. അത്
അപ്പൂപ്പനോടാ കൊടുത്ത് പറഞ്ഞത്, അതുകൊണ്ട് നിനക്ക് യോഗ്യതയില്ല എന്ന് പറയുകയില്ല. കാരണം യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കുരിശെ തൂങ്ങി മരിച്ചപ്പോൾ അന്ന് എബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം ആരുടെ വാഗ്ദാനമാ? എൻ്റെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ബ്രദർ. നമ്മൾ മടിക്കരുത്, നമ്മുടെ അവകാശങ്ങളെ നമ്മൾ പിടിച്ചെടുക്കാൻ മടിക്കരുത്. ഹലോ, കാരണം നമുക്കറിയാം അവകാശങ്ങൾ ഇങ്ങനെ പറന്നു പോവുക. നമ്മൾ പറഞ്ഞ് നോക്കിക്കാണ് ഇങ്ങനെ, നല്ലതല്ലേ അത് കയറി പിടിക്കണം. ഐ വിത്ത് മീ. ഹലോ പാച്ചി. അവർ അത് കൈവശമാക്കി അവിടെ പാർത്തു. കൈവശമാക്കണം. നമ്മളുടെ അവകാശങ്ങൾ നമ്മൾ കൈവശമാക്കണം. എങ്ങനെ കൈവശമാക്കും? വിശ്വാസം വഴി കൈവശമാക്കും. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ എല്ലാ വശത്തും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുവനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. ആരാ സത്യം ചെയ്തത്? യഹോവ സത്യം ചെയ്തു. നിനക്ക് എന്ത് കിട്ടും? സ്വസ്ഥത കിട്ടും. ഐ വിത്ത് മീ. നമ്മൾ മനസ്സിലാക്കണം, യഹോവ സത്യം ചെയ്തത് എല്ലാം നമുക്ക് പ്രാപിക്കാൻ പറ്റും. സ്വസ്ഥത. കാരണം ദൈവം നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു നമ്മൾക്ക് ഒരു വിശ്രമം ഒരുക്കിയിട്ടുണ്ട്. ആ വിശ്രമം മരിച്ചു കഴിഞ്ഞുള്ള വിശ്രമമല്ല, മാത്രമല്ല ഈ ലോകത്തിലായിരിക്കുമ്പോഴും വിശ്രമം. കാരണം നമ്മൾ രാജാതി രാജൻ്റെ കീഴിലാണെങ്കിൽ സമാധാനത്തിൻ്റെ പ്രഭു എൻ്റെ കൂടെ ഉണ്ട്. അപ്പം നമുക്ക് സമാധാനമുണ്ട്. എല്ലാ മേഖലയിലും സമാധാനം തരും. അവിടെ ആ സെൻറ്റൻസ് ഒന്നുകൂടെ വായിച്ചു സിസ്റ്റർ. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ എല്ലാ വശത്തും അവർക്ക് സ്വസ്ഥത നൽകി. എല്ലാ വശത്തും നമുക്കറിയാം, അവരുടെ ഫിനാൻഷ്യൽ മേഖലയിൽ സ്വസ്ഥത, അവരുടെ ആരോഗ്യ മേഖലയിൽ സ്വസ്ഥത, അവരുടെ മാനസിക മേഖലയിൽ സ്വസ്ഥത. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എല്ലാവർക്കും? നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. ശത്രുക്കളിൽ ഒരുവനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിലേൽപ്പിച്ചു. ആമേൻ. കാരണം എന്താണ്? യഹോവ മോശയോട് അങ്ങനത്തെ ഒരു വാഗ്ദാനം കൊണ്ടുതരുന്നു, ശത്രുക്കൾ നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. ആ വാഗ്ദാനം ജോഷുവയുടെ അടുത്ത് പറഞ്ഞു, അല്ലേ? ഞാൻ മോശയുടെ കൂടെ ഉണ്ടായിരുന്നതുപോലെ, ജോഷു 1-ാം അധ്യായത്തിലുണ്ട്, ഞാൻ മോശയുടെ കൂടെ ഉണ്ടായിരുന്നതുപോലെ നിൻ്റെ കൂടെയും ഉണ്ടാകും. ഒരു മനുഷ്യനും നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുകയില്ല. ഒന്ന് വായിച്ചേ, ജോഷു 1:5. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിനക്കെതിരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ വാഗ്ദാനങ്ങളൊക്കെ നമ്മുടേതാ. അവരുടെ ആ മോശയുടെയും ജോഷുവയുടെയും മനോഭാവം, ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു അതുപോലെ നമ്മൾക്കുണ്ടായാൽ മതി. ഗോഡ് ഇസ് നോട്ട് പാർഷ്യൽ കേട്ടോ. ഗോഡ് ഇസ് നോട്ട് പാർഷ്യൽ അറ്റ് ഓൾ. വായിച്ചേ. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും നിറവേറ്റാതിരുന്നില്ല, സകലതും നിവൃത്തിയായി. എത്ര നിറവേറാതിരുന്നു? ഒന്നും നിറവേറാതിരുന്നില്ല. എന്നൊക്കെ പൂർത്തിയായി? സർവ്വതും പൂർത്തിയായി. അവർ ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് കംപ്ലീഷൻ. അവൻ വാഗ്ദാനം ചെയ്തത് പൂർത്തീകരിക്കും. അതല്ലേ ഫിലിപ്പിയർക്കാരിലായിരുന്നു, വാട്ട് എ ഗുഡ് വർക്ക് ദാറ്റ് ഹാസ് ബീൻ ബിഗൺ ഗോഡ് വിൽ ബ്രിങ് ഇറ്റ് ടു കംപ്ലീഷൻ. അവനത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിച്ച് അതനുസരിച്ചുള്ള ജീവിതം നമ്മൾ നയിക്കണം. പിന്നെ 1 രാജാക്കന്മാർ 8-ാമത്തെ അധ്യായം 56-ാമത്തെ വചനം വായിക്കുക. 1 Kings 8:56. Blessed be the Lord who has given rest to his people Israel according to all that he promised. There has not failed one word of all his good promise which he promised through his servant Moses. താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെയും തൻ്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവൻ തൻ്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്ത അവൻ്റെ നല്ല വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും നിഷ്ഫലമായിട്ടില്ല. ഒന്നുപോലും. കാരണം ഇന്ന് ലോകത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന വിശ്രമമാണ്. ദേ വാണ്ട് റെസ്റ്റ്, ദേ വാണ്ട് പീസ്. അത് ദൈവം വാഗ്ദാനം ചെയ്ത് ഒന്നുപോലും, നോട്ട് ഈവൻ വൺ, ഹാസ് നോട്ട് ബീൻ കം ടു ഇൻകംപ്ലീറ്റ്നെസ് ഓർ അൺഫുൾഫിൽമെൻറ്റ്. അതുകൊണ്ട് സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1 സാമുവേൽ 3:19. 1 സാമുവേൽ 3-ാമത്തെ അധ്യായം 19, 20, 21 വായിച്ചു. എന്നാൽ സാമുവേൽ വളർന്നു, യഹോവ അവനോട് കൂടി ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ എന്താണ്? സാമുവേൽ വളർന്നു. നമുക്കറിയാം സാമുവേൽ പ്രവാചകൻ ആലയത്തിലാണ് വളർന്നത്. യഹോവ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? അതുകൊണ്ട് ഒരു വചനം പോലും ബാക്കി വായിച്ചു.
ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശാമുവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനാകുന്നു എന്ന് ഗ്രഹിച്ചു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് സാമുവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ടതിന് ശേഷം യഹോവ പല പ്രാവശ്യം ശീലോയിൽ വെച്ച് പ്രത്യക്ഷനായി. ആമേൻ. അങ്ങനെ ആ വിശ്വസ്തയോടെ ആലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വളർന്ന ആ പ്രവാചകന് ദൈവം അവനെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം. നമുക്കറിയാം യോശുവ പ്രവാചകൻ എങ്ങനെയാണ് മോശ ആലയത്തിൽ നിന്ന് അല്ലേ കൂടാരത്തിൻ്റെ അവിടെ നിന്ന് പോയപ്പോൾ പോലും ജോഷുവ അവിടെ തന്നെയായിരുന്നു. ബിക്കോസ് ഹി വാല്യൂഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ദൈവം എടുത്തെടുത്ത് ജോഷുവോട് പറഞ്ഞ്, ഞാൻ മോശയുടെ കൂടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, ഒരു മനുഷ്യനും നിൻ്റെ മുമ്പേ നിൽക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. പിന്നെ വചനം നമ്മൾ 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ എന്തുമാത്രം ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം എന്നുള്ളത് ദൈവം പറയുകയാണ്. നമുക്കറിയാം ആ സാഹചര്യം നോക്കുകയാണെങ്കിൽ ജഷഫത്ത് രാജാവ് അല്ലേ ഒരു യുദ്ധത്തിന് ഇറങ്ങി നോക്കിയപ്പോൾ അവന് ഒരു തരത്തിലും വിജയം കിട്ടാത്ത തരത്തിലുള്ള 3 സൈന്യങ്ങളാണ് അവനെതിരെ വന്നത്. പിന്നെ നമുക്കറിയാം എന്ത് സംഭവിച്ചു. ദൈവം പറഞ്ഞു, ഈ പോരാട്ടം എൻ്റെതാണ്, നീ അവിടെ വെറുതെ നിന്നാൽ മതി. ആ പോരാട്ടമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആ ദൈവം അവരോട് ഒരു കാര്യം പറയുകയാണ് പ്രവാചകൻ വഴി, അല്ലെങ്കിൽ വായിച്ചേ 2 Chronicles 20:20. പിന്നെ അവർ അതിരാവിലെ എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശഫാത്ത് നിന്നുകൊണ്ട്, യഹൂദരും ജെറൂസലം നിവാസികളും എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കുവിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവൻ്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, എന്നാൽ നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞു. പ്രവചന വചനങ്ങൾ പറയുന്നയാൾ പ്രവാചകനാണ്. അയ്യുദ്മി. അപ്പോൾ അവിടെ ജോഷഫാത്ത് രാജാവ് യഥാർത്ഥത്തിൽ പ്രവചന വചനങ്ങളാണ് പറയുന്നത്. അവിടെ നിങ്ങൾ കേൾക്കുവിൻ, നിങ്ങൾ യഹോവയിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, യു വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ്, ഉറച്ചു നിൽക്കും. നിങ്ങൾ ഏത് കൊടുങ്കാറ്റോ മഴയോ എന്ത് വന്നാലും നിങ്ങൾ വീഴുകയില്ല. പിന്നെ പറയാണ്, നിങ്ങൾ അവൻ്റെ പ്രവാചനകളിൽ വിശ്വസിക്കുക, അപ്പോൾ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, വിജയമുണ്ടാകും. എന്താണ്? അപ്പോൾ വി ഹാവ് ടു ഗോ ബാക്ക് ടു മാർക്ക് 16:20. എൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ ആ വചനത്തിൻ്റെ മധ്യേ ഞാൻ പ്രവർത്തിക്കും, ഞാൻ അടയാളങ്ങൾ വഴി അത് സ്ഥിരീകരിക്കും. അയ്യുദ്മി. അപ്പോൾ പ്രവചന വചനങ്ങൾ കേൾക്കുമ്പോൾ അത് പൂർത്തീകരിക്കുന്നത് പ്രവാചകനല്ല, അത് അതിൻ്റെ ഉത്ഭവത്തിൽ വന്ന ആ വചനമാകുന്ന യേശുവാണ് അത് പൂർത്തീകരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പ്രവചന വചനങ്ങൾ പ്രവചിക്കാൻ മടിക്കരുത്. ആയുധി പ്രവചന വചനങ്ങൾ പ്രവചിക്കാൻ മടിക്കരുത്. കാരണം നീയല്ല അത് പൂർത്തീകരിക്കുന്നത്, നീയല്ല അത് സ്ഥിരീകരിക്കുന്നത്, അത് വചനമാകുന്ന യേശുവാണ് അത് സ്ഥിരീകരിക്കുന്നത്. നീ വിശ്വസ്തയോടെ നീ അത് പ്രവചിച്ചാൽ മതി. ആ വചനം പൂർത്തീകരിക്കുന്നത് യേശുവാണ്, വചനമാകുന്ന യേശു. ഹല്ലേലൂയ. പിന്നെ നമ്മൾക്ക് 2 വചനം കൊണ്ട് ഐസയ പ്രവാചന പുസ്തകം 34-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം. ഐസയ 34:16. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിക്കുവിൻ, ഇവയിൽ ഒന്നും നിഷ്ഫലമാകുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. ആമേൻ. അതാണ് നമ്മൾ പുസ്തകം വായിക്കണം. പലരും പറയും ഇതിനകത്ത് ഭയങ്കര കോൺട്രഡിക്ഷനാണ്. ആ കോൺട്രഡിക്ഷൻ ഒന്നുമില്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ദൈവത്തിൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല, കാരണം ഒരേ ദൈവമാണ്. ഗോഡ് ഇസ് നോട്ട് എ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. ദൈവത്തിൻ്റെ ഉദ്ദേശം ഒരേ ഉദ്ദേശം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, സെർച്ച് ഫ്രം ദ ബുക്ക് ഓഫ് ദ ലോർഡ് ആൻഡ് റീഡ്, നോട്ട് വൺ ഓഫ് ദീസ് ഷാൽ ഫെയിൽ, നോട്ട് വൺ ഷാൽ ലാക്ക് ഹെർ മേറ്റ്. ലാക്ക് ഹെർ മേറ്റ് എന്ന് പറയുന്നത് വിൽ നോട്ട് ലാക്ക് കോൺഫർമേഷൻ, വിൽ നോട്ട് ലാക്ക്. പറയാം പലപ്പോഴും ഒരു കാര്യം അത് കൺഫേം ചെയ്യുന്ന വേറൊരു കാര്യം അല്ലേ, അതുകൊണ്ട് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ലാക്ക് കോൺഫർമേഷൻ. പിന്നെ ഫോർ മൈ മൗത്ത് ഹാസ് കമാൻഡഡ് ഇറ്റ് ആൻഡ് ഹിസ് സ്പിരിറ്റ് ഹാസ് ഗാദർഡ് ദെം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. കാരണം ഈ വചനം മുഴുവൻ്റെയും ഉറവിടം ഒരേ ആളാണ്, പരിശുദ്ധാത്മാവാണ്. ദെയർ കനോട്ട് ബി കോൺട്രഡിക്ഷൻ. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് പിന്നെ ഐസപ്രവാന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം വായിക്കാമോ? യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകലരും ഒരുപോലെ അത് കാണും. യഹോവയുടെ വായാണല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ആമേൻ. യഹോവയുടെ വായ അരുളി ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും അതിൻ്റെ മഹത്വം കാണും. ഒന്നും കൂടെ വായിച്ചത്. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകലരും ഒരുപോലെ അത് കാണും. യഹോവയുടെ വായാണല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. കാരണം യഹോവയുടെ വായിൽ ഒരേ വചനമാണ്, സത്യം മാത്രമേ യഹോവയുടെ വായിൽ നിന്ന് വരികയുള്ളൂ. ആ വചനത്തിൻ്റെ എന്താണ് മഹത്വം കാണും. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു, ആ വചനത്തിൻ്റെ മഹത്വം നമ്മൾ